ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചാണല്ലോ പ്രധാനമായും സംസാരിച്ചത്. ഇപ്പോൾ സർവ്വതലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയോടെ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നാനാ മതങ്ങളെയും ക്യാമ്പയിനിൽ അണിനിരത്തുകയാണ്. ഇന്ന് 2 യോഗം നടക്കുകയുണ്ടായി. കാലത്ത് മത സാമുദായിക നേതാക്കളുടെ യോഗം, വൈകുന്നേരം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ യോഗം. എല്ലാവരും അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 2 യോഗങ്ങളും ഓൺലൈനായിട്ടാണ് ചേർന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ലഹരി ഉപഭോഗവും വ്യാപനവും തടയുക വളരെ പ്രധാനമാണ്. അതിനോടൊപ്പം കുട്ടികളിലും യുവതയിലും വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകത, അത് ശാസ്ത്രീയമായി അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനം ഇക്കാര്യത്തിൽ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ യോഗത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു എന്നാണ് തോന്നുന്നത്, തിങ്ക് ടാങ്ക് രൂപീകരിച്ച കാര്യം. രാഷ്ട്രീയ പാർട്ടികൾക്കും മത സാമുദായിക സംഘടനകൾക്കും പണ്ഡിതർക്കും ഈ രംഗത്ത് മികച്ച ഇടപെടലുകൾ നടത്താൻ സാധിക്കും. ഇന്ന് യോഗം ചേർന്നപ്പോൾ ഒരു സ്ഥാപന ഉടമ മത സാമുദായിക നേതാക്കളുടെ യോഗത്തിലായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങളെ മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടെ കൗൺസിലർമാരുമുണ്ട്. അപ്പോൾ ഞങ്ങളെ ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓഫറുകൾ വരുന്നുണ്ട് എന്നർത്ഥം. പൊതുവിൽ ഇത്തരം കാര്യങ്ങളോട് അനുഭാവപൂർവമായ സമീപനവും ലഹരി വിരുദ്ധ കാഴ്ചപ്പാടും പുലർത്തുന്നവരാണ് എല്ലാ മത സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും. ഏതെങ്കിലും മതമോ ജാതിയോ പാർട്ടിയോ ലഹരി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിനും ലഭ്യമാകുന്ന അവസരങ്ങളിലെല്ലാം, ഒരുപാട് കൂട്ടായ്മകൾ ഇവരുടെ ഭാഗമായി നടക്കുന്നതാണല്ലോ, മത സാമുദായിക സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും എല്ലാം. അപ്പോൾ അത്തരം അവസരങ്ങളാകെ ലഹരി വിരുദ്ധ ജാഗ്രത പുലർത്താൻ അവരവരുടെ അനുയായികളോട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഈ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഒത്തുകൂടുന്ന സവിശേഷ ദിവസങ്ങൾ, അവസരങ്ങൾ, അവയിലെല്ലാം ലഹരി വിരുദ്ധ സന്ദേശം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നാവും. ഇത് മത സാമുദായിക നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞപ്പോൾ ചിലർ ഇപ്പം തന്നെ ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അവർ എടുത്തു പറയുകയുണ്ടായി. ഇന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിലെല്ലാം പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. യുവജന, മഹിള, വിദ്യാർത്ഥി വിഭാഗങ്ങളുള്ള സംഘടനകൾ അവരുടെ യോഗം വിളിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്
ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, സൺഡേ ക്ലാസ്സുകൾ, മദ്രസ ക്ലാസ്സുകൾ, ഇതര ധാർമ്മിക വിദ്യാഭ്യാസ ക്ലാസ്സുകൾ, ഇവയിലെല്ലാം ലഹരി വിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം, ഈ ദൗത്യം എല്ലാവരും ചേർന്നാണ് ഏറ്റെടുക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള വിവേചനത്തിന് ഇടമില്ല. ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരേ മനസ്സോടെ ഇതിൽ പങ്കാളികളാവുകയാണ് വേണ്ടത്.